ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. നാളത്തേക്ക് വിധി പറയാൻ മാറ്റിയതിൽ പ്രോസിക്യൂഷൻ എന്ത് നിലപാട് സ്വീകരിച്ചു കോടതിയിൽ? ഈ പ്രോസിക്യൂഷൻ സെഷൻസ് കോടതിയിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് NIA കോടതിയിലും സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും നേരം, അതായത് ഇന്ന് അമിത്ഷായുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം എല്ലാവരും ഒരേപോലെ പറഞ്ഞത് പ്രോസിക്യൂഷൻ ഇനി NIA കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ എതിർക്കില്ല, ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഇന്ന് ഇവിടെ എത്തിയ BJP നേതാക്കളും ഇക്കാര്യങ്ങളാണ് ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ NIA കോടതിയിൽ ജാമ്യാപേക്ഷ എത്തിയപ്പോൾ കോടതി ഇതിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പോൾ ആദ്യം കേസ് ഡയറി കൊണ്ടുവന്നു, അതിനുശേഷം വാദം തുടങ്ങി. ഈ വാദം തുടങ്ങിയപ്പോഴാണ് പ്രോസിക്യൂഷൻ സെഷൻസ് കോടതിയിൽ ആവർത്തിച്ച അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ്? അതായത് സെഷൻസ് കോടതിയിൽ പറഞ്ഞത് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ മതപരിവർത്തനം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്, ഗുരുതരമായ പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്, ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, ഇവരെ മതം മാറ്റാനാണ് ആഗ്രയിലേക്ക് കൊണ്ടുപോയത്, മാതാപിതാക്കളുടെ സമ്മതമില്ലായിരുന്നു തുടങ്ങിയ വാദങ്ങളായിരുന്നു സെഷൻസ് കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ അഫിഡവിറ്റ് ആയിട്ട് നൽകിയിരുന്നത്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കോടതി കേസ് ഡയറി വിളിച്ചു വരുത്തിയിരുന്നു. കേസ് ഡയറി പരിശോധിക്കുകയാണ്, ഇനി വിധി പറയുകയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കോടതി നാളെ തീരുമാനമെടുക്കും. അക്കാര്യം നാളെ ആയിരിക്കും കോടതി അറിയിക്കും. എന്തായാലും ഇന്നത്തെ ദിവസം ഈ വാദം പൂർത്തിയായി കഴിഞ്ഞു, ഇരു കക്ഷികളുടെയും വാദം പൂർത്തിയായി കഴിഞ്ഞു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകണമെന്നാണ് അഭിഭാഷകൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിർണായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ ഇവിടെയും ജാമ്യാപേക്ഷയെ എതിർത്തു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പറഞ്ഞു, അതായത് സെഷൻസ് കോടതിയിലും സമാനമായി തന്നെ കേസ് എത്തിയപ്പോഴും ഇതുപോലെ തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം BJPയുടെ പ്രതിനിധിയെ നേരിട്ട് കണ്ട് നീതിപൂർവമായ ഒരു ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞു. അപ്പോഴും ഈ കേസ് എത്തുന്നതിന് തൊട്ട് മുൻപ് വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം സർക്കാർ, പ്രോസിക്യൂഷൻ ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ എതിർക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. അജീഷ്, നമ്മൾ ഇന്ന് രാവിലെ കണ്ടത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി ഡൽഹിയിലേക്ക് വിളിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ വിഷയത്തിലൊരു ഇടപെടൽ ആ തരത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയതാണ്. ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഒരു ഇടപെടൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഉറപ്പ് കിട്ടിയെന്നത് MPമാരും ഒപ്പം BJPയുടെ ഭാഗത്തു നിന്നും അതൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചിരിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് വാദമാണ് ഉയർത്തിയതെന്ന് നമുക്കറിയില്ല. മുൻപ് പറഞ്ഞ അതേ വാദം തന്നെയാണോ എന്നൊക്കെയുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്ത് സംഭവിച്ചിരിക്കാമെന്നാണ് കരുതേണ്ടത്. അനുജ, നേരത്തെ ഈ വിഷയത്തിൽ, അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു പ്രതിനിധിയെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുന്നു. അദ്ദേഹം ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു, ആഭ്യന്തരമന്ത്രിയെ കാണുന്നു, ഈ വിഷയത്തിന്റെ അതിന്റെ ഒരു സീരിയസ്നെസ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ രണ്ടുപേർക്കും ഈ കാര്യങ്ങളുടെ ഇതിന്റെ സീരിയസ്നെസ്, ഇതിന്റെ ഗൗരവം മനസ്സിലായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ തന്നെ ഈ കേസ് ഇനി അടുത്ത ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയിൽ എത്തുമ്പോൾ ഇത് പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ, സർക്കാർ ഇതിനെ എതിർക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ ആദ്യം എത്തിയപ്പോൾ കരുതിയിരുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വാഭാവികമായിട്ട് തന്നെ ഗുരുതര വകുപ്പുകളായതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ പെൺകുട്ടികളുടെ മൊഴി മാറ്റം അടക്കം വന്ന് വലിയ ചർച്ചയായിരുന്നു. ഇത് കേസ് കെട്ടിച്ചമച്ചതാണെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായിട്ടും കോടതി അന്ന് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നില്ല. കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ബജ്രംഗ് ദളിന്റെ അഭിഭാഷകനെ ഒപ്പം തന്നെ പ്രോസിക്യൂഷനും അതിനെ എതിർക്കുകയായിരുന്നു ചെയ്തത്. പ്രോസിക്യൂഷൻ അന്ന് അഫിഡവിറ്റായി സത്യവാങ്മൂലമായിരുന്നു നൽകിയത്. പ്രത്യേകിച്ചൊരു വാദമൊന്നും നടന്നിരുന്നില്ല. പ്രോസിക്യൂഷൻ അന്ന് പറഞ്ഞിരുന്നത് ഈ കന്യാസ്ത്രീകളെ പുറത്ത് ജാമ്യം നൽകി കഴിഞ്ഞാൽ വീണ്ടും മതപരിവർത്തനം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവർ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ അവിടുത്തെ ലോക്കൽ അതോറിറ്റിയുടെ അനുമതിയില്ലാതെയാണ് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളെ അവിടെ നിന്ന് ഈ നാരായൺപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ പോയത് തുടങ്ങിയ വാദങ്ങളായിരുന്നു ഉന്നയിച്ചത്. മാത്രമല്ല BNS 143 എന്നുള്ള ഒരു ഗുരുതര വകുപ്പ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന വകുപ്പാണ്. അത് 2008 NIA ആക്ടിൽ ഉൾപ്പെടുന്ന വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് സെഷൻസ് കോടതിക്ക് പരിഗണിക്കാനുള്ള അർഹതയില്ല എന്നായിരുന്നു അന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ആ കേസ് പരിഗണിക്കാതെ കോടതി തള്ളിയത്. അതായത് ഈ കേസിന്റെ എന്നതൊക്കെ ഒരു വിശദീകരണമായി നമുക്ക് എപ്പോൾ അറിയാൻ കഴിയും? അത് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ വിശദീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചിട്ടുള്ളത്? വാദം പൂർത്തിയായല്ലോ. അപ്പോൾ എങ്ങനെയാണ് വാദം നടന്നത് എന്നതിന്റെ വിവരങ്ങൾ നമുക്ക് എപ്പോൾ ലഭിക്കും കൃത്യമായി?
ഈ സഭയുടെ ഭാഗത്തു നിന്നുള്ള 2 പ്രതിനിധികൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു, പക്ഷേ അവരെ കിട്ടിയിട്ടില്ലായിരുന്നു. എന്താണ് നടന്നെന്നുള്ള കൃത്യമായിട്ട് എന്താണ് നടന്നതെന്നുള്ളത് അവിടുത്തെ ഒരു അഭിഭാഷകൻ, അതായത് NIA അഭിഭാഷകന്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നാണ് നമുക്ക് ഈ വാദം നടന്നുവെന്നും പ്രോസിക്യൂഷൻ എതിർത്തുവെന്നും സർക്കാർ ഈ വാദത്തിൽ വിധി പറയാനായിട്ട് ഇതിലൊരു തീരുമാനം പറയാനായി നാളത്തേക്ക് മാറ്റി എന്നുള്ള വിവരം പുറത്തു വന്നത്. പക്ഷേ എന്താണ് എക്സാക്ട്ലി കൃത്യമായിട്ട് അവിടെ ഒരു വാദം നടന്നതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഉടനെ തന്നെ ലഭ്യമാകും. അത് നമുക്ക് നൽകാനാകും ഉടനെ തന്നെ എന്താണ് കൃത്യമായിട്ട് നടന്നെന്നുള്ളത്. പക്ഷേ പ്രോസിക്യൂഷൻ ഈ വാദം എതിർത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെഷൻസ് കോടതിയിൽ എതിർത്തതിന്റെ ഒരു രീതി മാത്രമാണ് നമുക്ക് അറിയാനുള്ളത്. അന്ന് ആ കോടതി ഉത്തരവിൽ എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കോടതിയെ പിന്മാറ്റിയത്, അല്ലെങ്കിൽ കോടതി അതിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു. അന്ന് കോടതി പറഞ്ഞത് ഈ BNS 143 എന്നുള്ള വകുപ്പ് അത് ഗുരുതരം തന്നെയാണ്. പ്രോസിക്യൂഷനും ബജ്രംഗ് ദളിന്റെ അഭിഭാഷകനും ചൂണ്ടിക്കാട്ടിയത് ശരിയാണ്. അത് സെഷൻസ് അതിന്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന വാദം, NIA കോടതിയിൽ നടന്ന വാദം എന്താണ്? പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തിട്ടുണ്ട്. എന്താണ് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത്? മുൻപ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ജാമ്യം നൽകിയാൽ വീണ്ടും ഇത്തരത്തിലേക്ക് മതപരിവർത്തനം തുടരും എന്നുള്ളതാണ്. ഇവർ അത് നടത്തിക്കൊണ്ടേയിരിക്കുമെന്നൊക്കെയുള്ളതാണ്. അങ്ങനെയുള്ള വാദങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ ഇന്നും പ്രോസിക്യൂഷൻ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും നാളെ NIA കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയും എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് ആ വാർത്ത നമുക്ക് ലഭിക്കുന്നത്.